ഇന്നത്തെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആയി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള നല്ലൊരു റാഗി സ്മൂത്തിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായി 1 കപ്പ് റാഗി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി കുതിരാനായി വെക്കുന്നുണ്ട്. നമ്മൾ തലേ ദിവസം തന്നെ കുതിർത്ത് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിപ്പോൾ ഇവിടെ 2 മണിക്കൂർ കുതിർത്ത് വെച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇത് അരക്കാനായിട്ട് എടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് റാഗി പൊടിയും എടുക്കുക കേട്ടോ. റാഗി പൊടി ആയാലും കുഴപ്പമില്ല, മുളപ്പിച്ച റാഗി പൊടിയും കൂടി വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ പൊടിപ്പിച്ചിട്ടും എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് അരിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്. ഇപ്പോൾ എല്ലാം തന്നെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ കുറുക്കിയെടുക്കാം. 5 മിനിറ്റ് സമയം ഞാൻ കുറുക്കി തണുത്തതാണ് ഈ കാണുന്നത്. 2 ഇരട്ടിയെങ്കിലും വെള്ളം ചേർത്ത് വേണം നമ്മളിത് കുറുക്കി വേവിച്ചെടുക്കാൻ. ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. ആവശ്യത്തിന് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് സ്മൂത്തി ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാത്രമാണ് കേട്ടോ ഇന്ന് സ്മൂത്തി ഉണ്ടാക്കുന്നത്. എനിക്ക് 2 ഗ്ലാസ് മാത്രമേ ആവശ്യമുള്ളൂ എന്ന്. അപ്പോൾ അതിലേക്ക് ഇനി ഒരു ആപ്പിൾ കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു 8 ഡേറ്റ്സും 2 പഴം പിന്നെ കുറച്ച് ബദാം ഇത്രയും കൂടി ഇട്ട് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. ബദാം നമ്മൾ റാഗി കുതിരാനായി വെക്കുമ്പോൾ ആ സമയത്ത് തന്നെ കുതിർത്തെടുത്താണ്. ബദാമിന് പകരം നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ നട്ട്സ് ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ പഴം ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ചെറുപഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നമുക്ക് നന്നായി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ സീഡ് ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടിൽ ഒരുപാട് പ്രോട്ടീനും ഫൈബറും പിന്നെ ഹെൽത്തി ഫാറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം തന്നെ നല്ല ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ പാഷൻ ഫ്രൂട്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഫ്ലാക്സ് സീഡ് ഇവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളൊരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള സ്മൂത്തി കൂടിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇനി ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ വീതം മാത്രമേ തേൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, കാരണം ഈ സ്മൂത്തി നമ്മൾ ഡേറ്റ്സ് ഒക്കെ ഇട്ടത് കൊണ്ട് തന്നെ നല്ല മധുരമാണ്. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ കസ്കസ് സോക്ക് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ റാഗി നന്നായി ബ്ലെൻഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തിക്കായിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബദാം പാലോ തേങ്ങാപ്പാലോ പശുവും പാലോ ഏത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പാൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. റാഗി മിക്സ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആവും. കാരണം ബ്രേക്ക്ഫാസ്റ്റ് അധികം വീട്ടമ്മമാരും കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നവരും ഒക്കെ സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് കഴിച്ചിട്ട് പോകാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.